ഹലോ ഫ്രണ്ട്സ്, ജിൻഫോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷന് ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത് FTTH അഥവാ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളെയാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് സ്പീഡ് കുറയുന്നതും ഇൻ്റർനെറ്റ് കിട്ടാതെ വരുന്നതും എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് പ്രധാന കാരണം മോഡം അഥവാ വൈഫൈ റൂട്ടർ ചൂടാവുന്നത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ മോഡം ചൂടാകുന്നത് മൂലമുള്ള പ്രശ്നം ഒഴിവാക്കാമെന്ന് നോക്കാം. നിലവിൽ എൻ്റെ മോഡത്തിൻ്റെ ടെമ്പറേച്ചർ 71 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 71 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെ കുറക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ക്യാബിനറ്റ് ഫാൻ, ഒരു 9 വോൾട്ട് ബാറ്ററി, അത് കണക്ട് ചെയ്യാനുള്ള സ്ട്രിപ്പും. ഇതിന് ഏകദേശം 100-150 രൂപ ചിലവ് വരും. നിങ്ങൾക്ക് ഈ ഫാൻ കൂടുതൽ സമയം പ്രവർത്തിക്കണം എങ്കിൽ 12 വോൾട്ട് AC അഡാപ്റ്റർ ഇതിന് പകരമായി ഉപയോഗിക്കാം. അല്ലെങ്കിൽ മോഡത്തിൻ്റെ തന്നെ അഡാപ്റ്റർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഫാനിൻ്റെ വയർ ബാറ്ററി സ്ട്രിപ്പ് വയറുമായി കണക്ട് ചെയ്യുന്നു. ഷോർട്ട് ആവാതിരിക്കാൻ സ്ലീവ് വയറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം ഈ ഫാൻ ക്യാബിനറ്റിൽ ഉറപ്പിക്കാനുള്ള സ്ക്രൂ ലൂസാക്കി ഫിറ്റ് ചെയ്യുക. ടേബിളിൽ വയ്ക്കുമ്പോൾ ഫാനും ടേബിളും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടേബിളിൽ വെച്ചിരിക്കുന്ന ഫാനിന് മുകളിലേക്ക് നമുക്ക് മോഡം എടുത്ത് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഫാനിൻ്റെ ലീഫ് മോഡത്തിൽ തട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഫാൻ ഫിറ്റ് ചെയ്തതിന് ശേഷം മോഡത്തിൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ടെമ്പറേച്ചർ കുറയുന്നത് കാണാം. നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഫാൻ മോഡത്തിനടിയിൽ വയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഫാനിനെ മോഡത്തിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ നെറ്റ്വർക്ക് ഡിവൈസുകളും ചൂടാകുന്നത് മൂലം നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. പലരും ഈ പ്രോബ്ലം വരുമ്പോൾ മോഡം റീസ്റ്റാർട്ട് ചെയ്യുകയാണ് പതിവ്. വീഡിയോയുടെ സമയം കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് പല സ്പീഡിലാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ മോഡം അല്ലെങ്കിൽ വൈഫൈ റൂട്ടർ എന്തുമാകട്ടെ, ഇതിനൊരു ഫാൻ ഫിറ്റ് ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യകത ഒഴിവാക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകളും പ്രോപ്പറായിട്ട് കൂളിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്കിലെ ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാവുന്നതാണ്. വളരെ ചിലവ് കുറഞ്ഞതും എളുപ്പം ചെയ്യാവുന്നതുമായൊരു രീതിയാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം ക്ഷമയോടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കും കുറുക്കുവഴികൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ജിൻഫോടെക്.